ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിഫ്റ്റിയിലാണ് എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിഫ്റ്റിയിലൊരു പി സൈഡിലേക്കാണ് എൻട്രി എടുക്കാൻ പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് വലിയ രീതിയിൽ ഗ്യാപ്പ് അപ്പ് തന്ന് ഓപ്പണായിട്ട് ഫുള്ള് ഡൗൺ ആവാനുള്ള ഇതാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പി സൈഡിലേക്കൊരു എൻട്രി എടുക്കാൻ പോവുകയാണ്. ഏകദേശം ഇപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഒരു മൂവിങ് ആവറേജ് തട്ടിയിട്ട് പിന്നെ മേലേക്ക് പോയി അവിടെ നിന്നൊരു റെസിസ്റ്റൻസ് തട്ടി താഴോട്ട് വരുന്ന സീനാണ് ഇപ്പോൾ നിഫ്റ്റിയിലുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ എൻട്രി ആവുന്ന പി സൈഡിലേക്ക് എടുത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് എൻട്രി എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നോക്കാം എന്തായാലും. അപ്പോൾ ഇന്ന് വേറെ നമ്മുടെ ഞാൻ ചാലഞ്ചാണ്, അതായത് 20 ഡേ ട്രേഡ് ചാലഞ്ചാണ്. അതും 10K മിനിമം ക്യാപിറ്റൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ കമൻറ്റ്സ് കണ്ടിട്ടാണ് ഞാൻ ഓക്കെ എന്നായിക്കോട്ടെ എന്ന റിയൽ ട്രേഡിൽ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റിയൽ ട്രേഡിൽ ഇപ്പോൾ ട്രേഡ് എടുത്ത് കാണിക്കുന്നത്. അതായത് ഒരു ചാലഞ്ച് പോലെ തന്നെയാണ് 20 ട്രേഡ്, അതായത് 20 ദിവസം, എല്ലാ ദിവസവും നമ്മൾ മിനിമം ഒരു ട്രേഡാണ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 20 ട്രേഡ് ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ 20 ദിവസത്തേക്ക് നമ്മൾ ചാലഞ്ചാണിത്. ക്യാപിറ്റൽ വന്നിട്ട് 10K ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യണത് നമ്മുടെ കോട്ടക്കാണ്. നമ്മൾ കോട്ടക് സെക്യൂരിറ്റീസാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് സീറോ ബ്രോക്കറേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ചാർജ് ഒന്നും പിടിക്കുന്നില്ല. ചെറിയ 0.5% അങ്ങനെ എന്തോ ആണ്, നമുക്ക് അത്രയേ ഉള്ളൂ നമുക്ക് ചാർജ് വരുന്നത്. അപ്പോൾ അതായത് നമുക്ക് 10K വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ₹1 താഴെയോ അല്ലെങ്കിൽ ₹1 നമുക്ക് ചാർജ് വരുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമാണ് നമ്മുടെ ചാലഞ്ചിൻ്റെ. അപ്പോൾ എന്തായാലും നമുക്ക് ട്രേഡ് നല്ല രീതിയിൽ ഇപ്പോൾ പ്രോഫിറ്റിൽ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ടാർഗറ്റ് എത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഇവിടെ നിന്ന് ചിലപ്പോൾ റിവേഴ്സ് പോവുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ച പോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവും. എങ്ങനെയായാലും ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ്, നമുക്ക് ചെറിയ ടാർഗറ്റും ചെറിയ സ്റ്റോപ്പ് ലോസിലും വയ്ക്കുക, നമ്മുടെ ടാർഗറ്റ് എടുക്കുക, ഇറങ്ങാത്രേ ഉള്ളൂ. അപ്പോൾ ഇനി മാർക്കറ്റ് ഇതിനെക്കാട്ടി എത്ര വലിയ താഴേക്ക് പോയാലും നമുക്കത് ഇഷ്യൂ ആക്കാൻ നിൽക്കാതെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഇറങ്ങാൻ ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. അപ്പോഴത്തെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നോക്കിയിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ടാർഗറ്റ് അടിച്ചിട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ടാർഗറ്റ് അടിച്ചു. പിന്നെ അവിടെ നിന്ന് ചിലപ്പോൾ ഇവിടെ നിന്ന് ഒരു സൈഡ് വൈസ് കളിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പിന്നെയും ഡൗണിൽ പോവുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലോട്ട് കയറി പോവുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് വെയിറ്റ് ചെയ്യണ്ട, എന്തായാലും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും എക്സിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ടാർഗറ്റ് അടിച്ചു. അപ്പോൾ ഒരു വിത്തിൻ 5 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 മിനിറ്റിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ മൂവിങ് ആവറേജ് തട്ടിയിട്ട് എനിക്ക് റിവേഴ്സിൽ വരും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ എന്തായാലും ഞാൻ എൻ്റെ ടാർഗറ്റ് അടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കാം. ഇനി നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്യാം. മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മൂവിങ് ആവറേജിൻ്റെ അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ തട്ടിയിട്ട് റിവേഴ്സിൽ വരികയാണ്. അതായത് CPR-ലും കളിച്ച് അവിടെ നല്ല രീതിയിൽ താഴോട്ട് തന്നെ വന്നു മാർക്കറ്റ്. പക്ഷേ എന്തായാലും ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഞാൻ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് അവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ, അതായത് ഈ ഒരു റേഞ്ചിൽ വെച്ച് ഞാൻ എക്സിറ്റ് ആയിട്ടുണ്ടാവും. എന്തായാലും അവിടെ നിന്ന് എക്സിറ്റ് ആവാനുള്ള ചാൻസ് എന്തായാലും ഉണ്ടാവും. ഞാൻ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഈ ഒരു റേഞ്ചിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് ഒരു 100% പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു 20% അല്ലെങ്കിൽ 30% നമുക്ക് എടുക്കാൻ പറ്റിയത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ മാർക്കറ്റ് ഡൗൺഫോൾ തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉച്ചയായിട്ടുള്ളൂ, പകുതി ഡേ ആയിട്ടുള്ളൂ, ഹാഫ് ഡേ ആയിട്ടുള്ളൂ ട്രേഡിങ്. അപ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് നല്ല രീതിയിൽ താഴോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് എടുത്തു, ഇറങ്ങി, എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തത് ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു ഞാൻ ഫസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ ഈ ഒരു റേഞ്ചിലാണ് ഞാൻ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലാണ് ഞാൻ എൻ്റെ റിയൽ ട്രേഡിൽ ആ ഒരു എൻട്രി നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു
ചെറിയ ഒറ്റ ലോട്ടിൽ തന്നെയാണ് എൻട്രി എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് എനിക്ക് പിന്നെ വേണ്ട എന്തായാലും വെയിറ്റ് നോക്കാൻ നിഫ്റ്റി എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിഫ്റ്റി നോക്കിയപ്പോൾ അതിൽ ഇവിടെ വന്നിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എക്സിറ്റ് ആയിട്ട് അപ്പോൾ തന്നെ നിഫ്റ്റിയിൽ പോയി വെയിറ്റ് ചെയ്ത് നിന്നു. അങ്ങനെയാണ് പിന്നെ ഞാൻ നിഫ്റ്റിയിൽ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്തതാണ്. അപ്പോൾ ട്രേഡ് ചെയ്ത് വെച്ചതാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അവിടെ നിന്ന് ഒരു 1100 പോയിൻറ്റ്സിൻ്റെ ട്രേഡ് കിട്ടിയിട്ടുണ്ട്. അതായത് ഏകദേശം ഇപ്പോൾ ഞാൻ പ്രീമിയത്തിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എൻ്റെ കാണുന്നത് ഏകദേശം ട്രിപ്പിൾ ആയ ഒരു ഇതാണ് കാണുന്നത്. അത് ഞാൻ 400 റുപ്പീസ് വാങ്ങിച്ചതാണ് ഇപ്പോൾ 1500 റുപ്പീസിലൊക്കെയാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ട്രേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് മാർക്കറ്റ് ഒരു 100% അല്ലെങ്കിൽ 400 1000% തന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് മാർക്കറ്റിൽ നിന്ന് എടുത്തിറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റായി നമ്മൾ ഇറങ്ങി. അപ്പോൾ നമുക്ക് എന്താണോ മാർക്കറ്റ് തരുന്ന അത് ഇട്ടിട്ട് നമ്മൾ ഇറങ്ങുക, ഹാപ്പി ആയിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വലിയ ലോസൊന്നും വന്നിട്ടില്ല, വലിയ ലോസ് ആവാനുമില്ല. നമുക്ക് ചെറിയ ലോസാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ചെറിയ ലോസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 10% അല്ലെങ്കിൽ 12% അല്ലെങ്കിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ 20% ആ ഒരു റേഞ്ചിലൊക്കെ നമുക്ക് ലോസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ലോസ് അത്രയും ചെറുതാകുമ്പോൾ നമുക്ക് മാർക്കറ്റ് നമ്മുടെ ടാർഗറ്റ് നമുക്ക് ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഏകദേശം ഫുള്ളായിട്ട് വയ്ക്കുകയാണെങ്കിൽ 50-50 വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് 50% എടുക്കാൻ പറ്റുമായിരിക്കും. നമുക്ക് ഈ ഫുള്ളായിട്ട് റാലി ട്രേഡ് ചെയ്ത് വിടാം. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാം. ഇതിപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടാർഗറ്റ് അടിച്ചു 1:3 എടുത്തു ഇറങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഹാഫ് ഡേ കൂടി ഉണ്ട് ട്രേഡിങ് അവേഴ്സ്. നമുക്ക് എന്തായാലും അത് ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ നമുക്ക് മോർണിംഗ് തന്നെ എൻ്റെ 10 മിനിറ്റ്സ് നമ്മുടെ ട്രേഡ് കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ അതിൽ മാർക്കറ്റിൽ നിന്നിട്ട് ഓവറായിട്ട് അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമോ, ഇനി അവിടെ നിന്ന് എൻട്രി കിട്ടുമോ ഇടുന്നോട്ട് നമുക്ക് ഇനി 2-3 ട്രേഡൊന്നും ഉണ്ടാവില്ല. ഒറ്റ ട്രേഡ് കഴിഞ്ഞു ഇറങ്ങി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നാളെ മാർക്കറ്റ് ഇനി നാളെയാണ് മാർക്കറ്റ് വാച്ച് ചെയ്യുള്ളൂ. നമുക്ക് വാച്ച് ചെയ്ത് നോക്കാം. ഇന്ന് നൈറ്റ് ഞാൻ എന്തായാലും മാർക്കറ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് വയ്ക്കും. അതിനുശേഷം പിന്നെ നാളെ തന്നെയാണ് പിന്നെ ഓപ്പൺ ആവും. അപ്പോൾ ഈ മാർക്കറ്റ് അവറിൽ ഞാൻ ചാർട്ട് കൂടെ നോക്കില്ല. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ ട്രേഡിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ എൻട്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാർക്കറ്റിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓവറായിട്ട് പിന്നെ ഓവർ ട്രേഡിംഗ് ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വാച്ച് ചെയ്ത് നമുക്ക് കാണുന്നവിടെയൊക്കെ അവിടുത്തെ നല്ലൊരു റിവേഴ്സിൽ വരുന്നു. അപ്പോൾ അവിടെ നിന്ന് എൻട്രി എടുത്താലോ അല്ലെങ്കിൽ അവിടെ തട്ടിച്ച് താഴേക്ക് വരും എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ലോസിലേക്ക് പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നാളെ നോക്കാം.